വിശുദ്ധ ഖുർആൻ പാരായണത്തിന് മാത്രമുള്ളതല്ല, അതിന്റെ ആശയം പഠിപ്പിക്കുകയും ആ ആശയമനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുകയും ചെയ്തു എന്നതാണ് ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ചെയ്തത്. ലക്ഷക്കണക്കിന് വീടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇസ്ലാമികമായ വെളിച്ചമുണ്ടെങ്കിൽ ആ വെളിച്ചം ഇസ്ലാഹി പ്രസ്ഥാനം കൊളുത്തിവെച്ച ഖുർആനിന്റെ വെളിച്ചമാണ്. അവരോരോരുത്തരും പാരായണം ചെയ്യുന്ന ആയത്തുകളിലൂടെ അതൊരു പാരായണമാക്കി മാറ്റുന്നതിന് പകരം അള്ളാഹു എന്നോട് സംസാരിക്കുന്ന വാക്കാണ് ഇത് എന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിച്ചു പോന്ന ഒരു തലമുറകൾ എന്ന് പറയാം കേരളത്തിൽ ഉണ്ടായത് ഈ ഖുർആനിന്റെ സ്വാധീനമാണ്. ഇത് ആമുഖമായി ഞാൻ പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യുകയും അത് ഭംഗിയായി പാരായണം ചെയ്യാനുള്ള നിയമങ്ങൾ പഠിപ്പിക്കുകയും അത് ഹൃദയസ്ഥമാക്കാനുള്ള കോഴ്സായി അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങുകയും ചെയ്ത ഒരു ആദർശ പ്രസ്ഥാനം ഒരുപക്ഷെ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത് പകർന്നു കൊടുത്ത നാം ഓരോരുത്തരും അടിസ്ഥാനപരമായി ആലോചിക്കേണ്ട കാര്യം, നമ്മളും ഖുർആനിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം എന്നെയും നിങ്ങളെയും പിടികൂടേണ്ടതാണ്. ഒരു ആയത്ത് വരുമ്പോ ആ ആയത്ത് അള്ളാഹു എന്നോട് സംസാരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ആ ഖുർആൻ പഠിക്കുന്ന ആളുകൾ എണ്ണം ചുരുങ്ങി വരുന്നില്ലേ എന്ന് ആലോചിച്ചു നോക്കുക. ഒരു വിഷയം പറയുമ്പോ ആ വിഷയത്തിലുള്ള ആയത്ത് എൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോ അത് എനിക്ക് ബാധകമാണ് എന്ന് വിചാരിക്കേണ്ട ആദ്യത്തെയാൾ ഒരു മുജാഹിദ് പ്രവർത്തകനാണ്. കാരണം അയാളാണ്, ആണായാലും പെണ്ണായാലും അയാളാണ് ആ ദൗത്യം ഈ കേരളക്കരയിൽ നിർവഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം നമ്മളെല്ലാവരും ഭയപ്പെടേണ്ടതാണ്. അതായത് ഖുർആൻ ഹുജ്ജത്തുൽ ലക വ അലൈക, ഒന്നുകിൽ നിനക്ക് അനുകൂലമായ പ്രമാണമായി തെളിവായി നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വരും, അല്ലെങ്കിൽ നിനക്കെതിരായി അള്ളാഹുവിന്റെ ഖുർആൻ നാളെ പരലോകത്ത് വരും. അതിന് കാരണം ഖുർആൻ ഇങ്ങനെ കേരളക്കരയെ കേൾപ്പിച്ച ഒരു സംഘം വേറെയില്ല. ലക്ഷക്കണക്കിന് പ്രഭാഷണങ്ങളിലൂടെ കേരളത്തിൽ ഏറ്റവും വായിക്കപ്പെടുന്ന ഒരു പരിഭാഷ, മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷ കേരളക്കരക്ക് മാത്രമല്ല ലോകത്തിൽ എവിടെയുമുള്ള മുസ്ലിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ അത് ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ വീടുകളിൽ നിന്ന് പതുക്കെ പതുക്കെ ഇസ്ലാം തന്നെ, ഇസ്ലാമിക നിയമങ്ങൾ, ഖുർആനിന്റെ വെളിച്ചം അത് ഇരുട്ട് മാറി വരുന്നുണ്ടോ എന്ന സംശയം നമ്മളെ വല്ലാതെ പിടികൂടേണ്ട ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. കാലത്തിന് വരുന്ന പകർച്ച, സമൂഹത്തിന് വരുന്ന തകരാറുകൾ, ആ തകരാറുകൾ നമ്മുടെ വീടുകളിലേക്കും അരിച്ചരിച്ചു വരുന്നത് നമ്മൾ അതീവ ജാഗ്രതയോടുകൂടെ കാണേണ്ടതാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വചനം നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കേണ്ട ഒരു വചനമാണ്. അദ്ദേഹം പറഞ്ഞത് ലഖദ് ഇഷ്നാ ബുർഹത്തം മിൻ ദഹരിനാ, പ്രവാചകന്റെ കാലത്ത് നല്ല തെളിമയോടുകൂടെ ജീവിച്ച ആളുകളാണ് ഞങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ ഇത് പറയുന്നത് ശ്രദ്ധയോടുകൂടെ കേൾക്കണം. വ ഇന്ന അഹദനാ യുഅതാ അൽ ഈമാനു ഖബലൽ ഖുർആൻ, ഞങ്ങൾക്ക് ഖുർആൻ വരുന്നതിന് മുമ്പ് പരലോകത്തെക്കുറിച്ചും പടച്ചവനെക്കുറിച്ചുമുള്ള വിശ്വാസം നിങ്ങളുടെ മനസ്സുകളിൽ ദൃഢമൂലമായിരുന്നു. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങൾക്ക് ഓതി തന്ന ഖുർആനിന്റെ നമ്മളൊക്കെ പറയുന്ന താഴെ 15 ഭാഗത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് 3 കാര്യങ്ങളാണ് എന്ന് നമ്മൾക്കറിയാം. പരലോകമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഈ സന്ദേശം കൊണ്ടുവന്ന മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ്. അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ ഉറച്ചതിന് ശേഷം ആയത്തുകൾ ഇറങ്ങുകയായിരുന്നു. ആ ഇറങ്ങിയ ആയത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിച്ചു പോന്നോ? ഓതുകയല്ല. വിശുദ്ധ ഖുർആൻ മുഴുവൻ കാണാപാഠമുള്ള സഹാബിമാരുടെ എണ്ണം അധികമുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ അറിയണം. പക്ഷേ അവരെല്ലാവരും ഖുർആനിന്റെ ജീവിക്കുന്ന സാക്ഷ്യ ജീവിതങ്ങളായിരുന്നു. അദ്ദേഹം പറയുന്നത് വതനസ്സല സൂറത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പ്രവാചകന്റെ മേൽ ആയത്തുകളും സൂറത്തുകളും അവതരിച്ചു കൊണ്ടിരുന്നു. വനതഅല്ലമു ഹലാലഹാ വഹറാമഹാ, അങ്ങനെ ഏതൊക്കെ കാര്യം അനുവദനീയമാണ് എന്ന് ഏതൊക്കെ കാര്യം നിഷിദ്ധമാണ് എന്ന് ഞങ്ങൾ പ്രവാചകനിൽ നിന്ന് ഖുർആനിലൂടെ പഠിച്ചു. വ ആമിറഹാ വസവാജിറഹാ, അല്ലാഹു കൽപ്പിച്ചത് ഏത്,
അള്ളാഹു വിരോധിച്ചതേത് എന്ന് ഞങ്ങൾ പഠിക്കുകയും ചെയ്തു. വമാ യംബഗി അൻ യഖിഫ ഇൻദഹാ, അതിൽ അടിയുറച്ചു നിൽക്കൽ ഞങ്ങൾക്ക് അനിവാര്യമായിരുന്നു. ഖുർആൻ ഒരു കാര്യം നിരോധിച്ചപ്പോ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ അതിനെക്കുറിച്ച് അമാന്തിച്ച് നിൽക്കുകയോ ചെയ്യുകയല്ല, അവിടെ വെച്ചത് അവസാനിപ്പിച്ചു. ഖുർആൻ ഒരു കാര്യം കൽപ്പിച്ച സമയത്ത്, ആ ആയത്തിറങ്ങിയ സമയത്ത് ഞങ്ങളെ കൊണ്ട് സാധ്യമാകുന്ന വിധം ഞങ്ങളത് പാലിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇനി കമാ തഅല്ലമ അന്നഹുൽ യൗമുൽ ഖുർആൻ, അന്ന് ഖുർആൻ പഠിപ്പിച്ച അതുപോലെ തന്നെ ഞങ്ങൾ ജീവിച്ച് ഞങ്ങളുടെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നു. സുമ്മ ലഖദ് റഅയ്തുഹുൽ യൗമ റിജാല, എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളെയും കാണുന്നുണ്ട്. യുഅ്താ അഹദുഹുൽ, അവര് വരുന്നത്, അവർക്ക് നൽകപ്പെട്ടത്, ഓരോരുത്തർക്കും നൽകപ്പെട്ടത് അൽ ഖുർആൻ, അവർക്കും ഈ ഖുർആനാണ് നൽകപ്പെട്ടത്. ഏതിനു മുമ്പ്? മിൻ ഖബലിൽ ഈമാൻ, അവരുടെ മനസ്സിൽ വിശ്വാസമില്ലാതാവുകയും ആ വിശ്വാസത്തിന് ദാർഢ്യത പോരാതാവുകയും ചെയ്ത സമയത്ത് അവര് ഖുർആൻ വായിക്കുന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഫയഖറഉ മാ ബൈന ഫാത്തിഹത്തിഹി ഇലാ ഖാത്തിമത്തിഹി, ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ അവരത് പാരായണം ചെയ്യുന്നുണ്ട്. എന്റെ മുമ്പിലുള്ള ആളുകൾ പാരായണം ചെയ്യുന്നുണ്ട്. വമാ യദ്രി മാ ആമിറുഹു വലാ സാജിറുഹു, ഏതൊക്കെയാണ് അള്ളാഹു കൽപ്പിച്ചത് എന്നവർ ആലോചിക്കുന്നേ ഇല്ല, ഏതൊക്കെയാണ് അള്ളാഹു വിരോധിച്ചത് എന്നും അവർ ആലോചിക്കുന്നില്ല. വമാ യബ്തഗി അൻ യഖിഫ ഇൻദഹു ഫീഹി, ഒരിക്കലും അള്ളാഹു പറഞ്ഞിടത്ത് നിൽക്കണം എന്നവർ ചിന്തിക്കുന്നുമില്ല. ഇതൊരു ദുരന്തമാണ്. റസൂലുള്ളാഹിന്റെ കാലത്തിന് ശേഷം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തന്റെ മുമ്പിലുള്ള ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നുവെങ്കിൽ നമ്മുടെ കാലഘട്ടം ഏത് എന്ന് നമ്മൾ ആലോചിക്കണം. റസൂലുള്ള പറഞ്ഞ ഒരു ഉദാഹരണമാണ് എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാനുള്ളത്. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ഒരു ഇടനാഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ പോലെയാണ്. ആ ഇടനാഴി വെളിച്ചം വീണ് കിടക്കുന്നുണ്ട്. ആ വെളിച്ചം അള്ളാഹുവിന്റെ ഖുർആനിന്റെ വെളിച്ചമാണ്. അതിന്റെ അങ്ങേയറ്റത്ത് ഖുർആനിൽ നിന്ന് പ്രസരിക്കപ്പെടുന്ന തെളിച്ചമാണ് ആ കാണുന്നത്. ആ വെളിച്ചത്തിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ധാരാളം വാതിലുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ വാതിലുകൾ പിശാചിന്റെ കവാടങ്ങളാണ്, ശൈത്താൻ വെച്ച വാതിലുകളാണത്. ആ വാതിലുകളെല്ലാം വഴികേടിൻ്റെതാണ്. ആ വാതിലുകളിലൂടെ നിങ്ങൾ പോവരുത്, തുറന്നു നോക്കരുത്, അത് അടഞ്ഞു തന്നെ കിടക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ആ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ തന്നെ നടക്കാൻ പറഞ്ഞു. ഈ നടത്തത്തിലാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിന് വലിയ അബദ്ധങ്ങൾ വന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്കാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ. അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന്, അവന്റെ ഉത്ബോധനത്തിൽ നിന്ന്, അവന്റെ ഖുർആനിൽ നിന്ന് ആര് മാറി നടക്കുന്നുവോ അവന് വളരെ പ്രയാസകരമായ കുടുസായ ജീവിതമാണുള്ളത്. ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല അത് അവസാനിപ്പിക്കുന്നത്, അവനെ നാം പരലോകത്ത് അന്ധനായി ഒരുമിച്ച് കൂട്ടും. അപ്പോൾ അവൻ ചോദിക്കും, ലിമാ ഹശർതനി അഅമാ, അല്ലാഹുവേ നീ എന്താണ് കണ്ണ് കാണുന്ന എനിക്ക് കണ്ണില്ലാത്തവനായി എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? അല്ലാഹു അതിന് കൊടുക്കുന്ന മറുപടി, ലഖദ് അത്തത്ക ആയാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ, എന്റെ ആയത്തുകൾ, ഖുർആനിന്റെ ആയത്തുകൾ നിനക്ക് വന്നിരുന്നു, നീ അത് മറന്നു കളഞ്ഞോ, നീ അതിനോട് അലംഭാവം കാണിച്ചു കളഞ്ഞോ, പിന്തിരിഞ്ഞു കളഞ്ഞോ. അതുകൊണ്ട് ഇന്ന് നീ അന്ധനായിട്ടാണ് ഇവിടെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ ആയത്തുകൾ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കണം. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ രണ്ടഭിപ്രായമില്ല. അത് ഹറാമാണോ, അയാൾ ജീവിതത്തിൽ വെടിഞ്ഞോ? ഖുർആൻ ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പിച്ച കാര്യം സാധ്യമാകുന്നിടത്തോളം അത് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്. വത്തഖുല്ലാഹ മസ്തതഅ്തും, സാധ്യമാകുന്നത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതിന് പകരം അത് പാരായണം ചെയ്യുന്നിടത്ത്, അതിന്റെ തജ്വീദ് നന്നാക്കുന്നിടത്ത്, അത് ഹിഫ്ളാക്കി അതിന്റെ വലിയ കാര്യം, വലിയ സമ്മാനങ്ങൾ വാങ്ങുന്നിടത്ത്, ചെറിയ കാര്യമായിട്ടല്ല ഞാനത് പറയുന്നത്, അതിന്റെ ഒക്കെ മേലെ അത് ജീവിതത്തിൽ പകർത്തുന്ന കാര്യത്തിൽ മത്സരം വേണം എന്നതാണ് ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നത്. സഹാബിമാരെല്ലാവരും ഖുർആൻ മനഃപ്പാഠമുള്ളവരാണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയല്ല. സഹാബിമാരിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമുള്ളൂ. പക്ഷേ സഹാബിമാരെല്ലാവരും
ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന, ഖുർആനിന്റെ കത്തിക്കപ്പെട്ട വിളക്കുകളും പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളുമായിരുന്നു എന്നത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടു. ദാലിക ലിമൻ ഖശിയ റബ്ബ, ആ തൃപ്തി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് എന്നോടും എന്റെ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ള കാര്യം ഇത് മാത്രമാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും നേരായ മാർഗത്തിലേക്കാണ് ഈ ഖുർആൻ വഴി കാണിക്കുന്നത്. ഈ ഖുർആനിനെ ആര് അവഗണിച്ചുവോ അയാള് മസലുല്ലദീ യുഅല്ലിമുൻ നാസ അൽ ഖൈറ വയൻസാ നഫ്സഹു, ആളുകൾക്ക് ഈ ഖുർആനിന്റെ നന്മ പറഞ്ഞു കൊടുക്കുകയും സ്വന്തം ജീവിതത്തിൽ അത് മറന്നു പോവുകയും ചെയ്യുന്നവർ, കമസലി സിറാജി യുളീഉ ഫിന്നാസി വയുഹർരിഖു നഫ്സഹു, മറ്റുള്ളവർക്ക് വെളിച്ചം കാണിക്കുകയും സ്വന്തം ശരീരത്തെ ആ അഗ്നി കൊണ്ട് നശിപ്പിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞതായി സ്വഹീഹായ ഹദീസിൽ വന്നതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വെളിച്ചം കൈമാറുമ്പോ അതിന്റെ പ്രകാശമാണ് ആളുകൾക്ക് കിട്ടേണ്ടത്. ആ തീ കൊണ്ട് അത് നമ്മളെ കരിക്കുന്ന വിധമായി തീരരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞത് വയഖറഊന കിതാബല്ലാഹ്, അവർ അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യും. വരുന്ന തലമുറയെ കുറിച്ച് പറഞ്ഞതാണ്. അവർ അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യും. വലാ യഅമലൂന ബിഹി, എന്നാൽ ആ കിതാബ് അനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല. ഇത് നമ്മൾ ഒരുപാട് കാലം ഇവിടുത്തെ സമസ്ത മുസ്ലിയാക്കന്മാരോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പഠിക്കുന്നതിനെതിരാണ്, ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിനെതിരാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കൽ സുന്നത്തില്ല എന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല പ്രത്യേക സുന്നത്തുമില്ല എന്ന് എഴുതി വെച്ചവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ ഖുർആൻ പഠിക്കണം. ആ വാക്കുകൾ കേട്ട് ജനലക്ഷങ്ങളാണ് തൗഹീദിലേക്ക് വന്നത്, പരലോക വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. ആ ആളുകൾ കടന്നു വന്നത് നമ്മുടെ മഹത്വം കൊണ്ടല്ല, നമ്മുടെ മേന്മ കൊണ്ടല്ല. ഖുർആൻ അവരുടെ മനസ്സുകളിലേക്ക് കയറി ചെന്നപ്പോ ആ ഖുർആനിന്റെ മാർഗത്തിലേക്ക് അവർ കയറി വരികയായിരുന്നു. ആ ഖുർആൻ കത്തിച്ചു വെച്ച ആളുകളും അതിന്റെ വിളക്കുമാടങ്ങളായിരുന്നു. അവർ തിളങ്ങുന്ന ജീവിതത്തിന്റെ മാതൃകകളായിരുന്നു. അതാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ സ്വയം കരിയാനല്ല, നമ്മൾ വെളിച്ചം കാണിക്കുന്നവരാകണം, പാരായണം ചെയ്യുന്നവരല്ല. പാരായണം ചെയ്ത് അത് ജീവിക്കുന്നവരാകണം എന്ന് എന്നോട് നിങ്ങളോട് ഈ സമ്മേളനം ആവശ്യപ്പെടേണ്ടതാണ്. വീണ്ടും ഒരു കാര്യം കൂടി ഒരു 2 മിനിറ്റ് കൊണ്ട് പറയേണ്ടതുണ്ട്. സഹോദരിമാരെ, സഹോദരന്മാരെ, തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നത് നല്ലതാണ്, ഹിഫ്ളാക്കുന്നതും നല്ലതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം, ആയിരക്കണക്കിന് ആളുകൾ തജ്വീദിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പെണ്ണുങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ 1500 2000 അംഗങ്ങളെ കാണിക്കും. അത് കഴിഞ്ഞ് ഖുർആനിന്റെ വിശദീകരണം പറയുന്ന, അതിന്റെ നിയമം പറയുന്ന ക്ലാസ് ഉടനെ നിങ്ങളൊന്ന് തുടങ്ങി നോക്കുക. 25 ആള് 35 ആളായി ചുരുങ്ങുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ ഖുർആൻ പാരായണക്കാരല്ല, നമ്മൾ ഖുർആനിന്റെ വായനക്കാരുമല്ല, നമ്മൾ ഖുർആനിന്റെ ജീവിക്കുന്ന തെളിവുകളും അടയാളങ്ങളുമാകണം. പരലോകത്ത് വരുമ്പോ ഹിഫ്ളാക്കിയ ഒരാള് ആ ഹിഫ്ള് കളഞ്ഞു കുളിച്ച് മറന്നുപോയതിനെ സംബന്ധിച്ച് അള്ളാഹു അയാളോട് ചോദ്യം ചെയ്യും. അയാൾക്കെതിരായി ആ ആയത്തുകൾ വരുമെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നല്ല ഭംഗിയായി ഓതാൻ അറിയാം, നന്നായി മനപ്പാഠമുണ്ട്. പക്ഷേ ജീവിതത്തിൽ അത് വരാതെ പോയാൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നാളെ പരലോകത്ത് ഈ ഖുർആൻ നമ്മൾക്കെതിരായി വരും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, റബ്ബേ എന്റെ ഖൗമ് ഈ ഖുർആനിനെ പുറകോട്ട് വലിച്ചെറിഞ്ഞല്ലോ എന്ന്, അവഗണിച്ചല്ലോ എന്ന്. പാരായണം ചെയ്യാതിരുന്നിട്ടില്ല, കോടാനുകോടി ആളുകൾ അത് വായിക്കുന്നുണ്ട്. പക്ഷേ അത് ജീവിതത്തിൽ പകർത്താൻ, ആ ജീവിതത്തിലേക്ക് വരേണ്ടതാണ് എന്ന ബോധം നമ്മൾക്കാണ് ഉണ്ടാകേണ്ടത്. നമ്മളാണ് ഈ ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുത്തത്, നമ്മളിൽ നിന്നാണ് ഇത് ആളുകൾക്ക് ലഭിക്കേണ്ടത്. അതിന് നമ്മുടെ വീഴ്ചകളും പോരായ്മകളും നമ്മൾ സ്വയം കണ്ടെത്തുകയും ആ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുകയും അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. ആരെങ്കിലും ആ ഖുർആനിനെ തന്റെ മുമ്പിൽ നടത്തിയാൽ, ഇമാമായി നടത്തിയാൽ, ഖാദഹു ഇലൽ ജന്ന, ആ ഖുർആൻ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കും.
വമൻ ജഅലഹു ഖൽഫ ളഹ്രിഹി, ആര് അതിനെ പിറകോട്ട് അവഗണിച്ചു തള്ളിയോ, സാഖഹു ഇലന്നാർ, അയാളെ ആ തള്ളൽ, ഖുർആനിനോടുള്ള അവഗണന അയാളെ നരകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ഏറ്റവും അമൂല്യമായ നിധി ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമാണ്. മനുഷ്യരെന്ന നിലയിൽ പോരായ്മകൾ ഉണ്ടാവും, വീഴ്ചകൾ വരാം. പക്ഷേ നമ്മൾക്ക് നമ്മളെ കുറിച്ചൊരു ആത്മവിശ്വാസം വേണം. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കും, ഞാനത് അനുസരിക്കും. ഖുർആൻ ഒരു കാര്യം വിലക്കിയാൽ ഞാനത് വിലങ്ങും, എന്റെ ജീവിതത്തിൽ എന്നതിന് ഞാൻ മാറ്റിവെക്കും. ഈ ഒരു ദൃഢമായ വിശ്വാസം നമ്മുടെ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ നിയമങ്ങൾ പാലിക്കുകയും ഓരോ ആയത്തും നമ്മളോട് സംസാരിക്കുകയാണ് എന്ന കാര്യം നമ്മൾ നിരന്തരം ഓർക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അല്ലാഹുമ്മ ഹയ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുവേ, ഖുർആനും പ്രവാചകന്റെ ചര്യയും അനുസരിച്ച് നീ എന്നെ ജീവിപ്പിക്കുകയും അതോടൊപ്പം തന്നെ തൗബയോടെ, ഈമാനോടെ ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് നാളെ അള്ളാഹുവിന്റെ പരലോകത്തവൻ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഖുർആനിന്റെ തണൽ ലഭിക്കുന്ന, തൗബ സ്വീകരിച്ചിട്ടുള്ള, ഈമാനോടുകൂടെ മരണപ്പെട്ടുപോയ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശനം നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മഹാപണ്ഡിതന്മാരും നമ്മുടെ പ്രവർത്തകന്മാരും നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ ലക്ഷക്കണക്കിന് കുടുംബങ്ങളും അവർക്ക് അള്ളാഹു അവരുടെ ഖബറുകൾക്ക് വെളിച്ചം നൽകുകയും അവരുടെ പരലോക ജീവിതം സ്വർഗീയമാക്കുകയും നമ്മളെയും അവരെയുമെല്ലാം അവന്റെ കഠിനമായ നരക ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.